പനിച്ചൂടിൽ വിറയ്ക്കുകയാണ് സംസ്ഥാനം. ഇന്നലെ മാത്രം 14,297 പേർ പനി ബാധിച്ച ആശുപത്രികളിൽ ചികിത്സ തേടി. 40 പേർക്ക് ഡെങ്കിപ്പനിയും 7 പേർക്ക് എലിപ്പനിയും സ്ഥിരീകരിച്ചു. 45 പേർക്ക് ഇൻഫ്ലുവൻസയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. MG പ്രതീഷ് ചേരുന്നു. പ്രതീഷ്, ഒരു വശത്ത് പനി പടർന്നു പിടിക്കുകയാണ്, അത് പലതരത്തിലാണ്. ഒരുപാട് പേർ രോഗബാധിതരാകുന്നു. റോഷ്നി, തീർച്ചയായും. കാരണം ഈ കാലവർഷം തുടങ്ങിയതിന് ശേഷം ഇതാദ്യമായാണ് പ്രതിദിന പനിബാധിതരുടെ എണ്ണം 14,000 കടക്കുന്നത്. ഇന്നലെ മാത്രം 14,297 പേരാണ് സംസ്ഥാനത്ത് പനി ബാധിച്ച ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുള്ളത്. ഇതിനൊപ്പം തന്നെ മറ്റ് പകർച്ചവ്യാധികളും പടരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ പകർച്ചപ്പനിക്കൊപ്പം തന്നെ ഡെങ്കിപ്പനിയും എലിപ്പനിയും കൂടുതലായി സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇന്നലെ മാത്രം 40 പേർക്കാണ് സംസ്ഥാനത്ത് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചത്. 7 പേർക്ക് എലിപ്പനി സ്ഥിരീകരിച്ചു. ഒപ്പം ഇൻഫ്ലുവൻസ രോഗവും കൂടുതൽ പേരിലേക്ക് എത്തുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 45 പേർക്കാണ് ഇന്നലെ ഇൻഫ്ലുവൻസ രോഗം ബാധിച്ചത്. ഇതിനൊപ്പം തന്നെ വെസ്റ്റ് നൈൽ, H1N1 ഉൾപ്പെടെയുള്ള ഈ പനി രോഗങ്ങളും സംസ്ഥാനത്ത് പടരുകയാണ്. ഈ പ്രതിരോധ പ്രവർത്തനങ്ങളിലെ വീഴ്ചയാണ് പ്രധാനമായും എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിലടക്കം വലിയ വീഴ്ചകൾ തദ്ദേശ സ്ഥാപനങ്ങൾക്കും ഒപ്പം ആരോഗ്യ സംവിധാനങ്ങൾക്കുമുണ്ടായി. ഇന്ന് വാർത്താ സമ്മേളനത്തിൽ ആരോഗ്യമന്ത്രി തന്നെ അത് സമ്മതിക്കുക കൂടി ചെയ്തിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് സമയമായതുകൊണ്ട് തന്നെ ഈ മഴക്കാലപൂർവ്വ ശുചീകരണം നടത്താൻ പലർക്കും കഴിഞ്ഞിട്ടില്ല. അതാരെയും കുറ്റപ്പെടുത്തുന്നില്ല എന്ന് മന്ത്രി പറയുന്നുണ്ട്. എന്തായാലും ഇനി വരും ദിവസങ്ങളിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കും എന്നതാണ് നിലവിൽ ആരോഗ്യവകുപ്പ് അറിയിച്ചിരിക്കുന്ന കാര്യം. കാരണം ഇനി വരുന്ന ആഴ്ചകളിൽ ഉൾപ്പെടെ ഈ പനി ബാധിതരുടെ എണ്ണം കൂടാനുള്ള ഒരു സാധ്യതയാണ് പ്രധാനമായും ആരോഗ്യവകുപ്പ് പറയുന്നത്. കാരണം ഇടവിട്ടുള്ള മഴയാണ് പ്രധാനമായും ഡെങ്കിപ്പനിയും എലിപ്പനിയും ഉൾപ്പെടെ വർദ്ധിക്കുന്നതിന് കാരണമാകുന്നത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും ഡെങ്കിപ്പനിയും എലിപ്പനി കേസുകളുടെ ഒരു വ്യാപനം ഉണ്ടാകുമെന്ന് ആരോഗ്യവകുപ്പ് തന്നെ കണക്ക് കൂട്ടുന്നുണ്ട്. എന്തായാലും നിലവിൽ ഇത്തരത്തിൽ തുടർച്ചയായി ഉണ്ടാകുന്ന രോഗങ്ങളെക്കുറിച്ച് പഠിക്കാൻ നിലവിൽ ആരോഗ്യവകുപ്പ് ഒരു ഉന്നതാധികാര സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. ഈ സീസണലായി വരുന്ന രോഗങ്ങളാണ് പ്രധാനമായും പഠിക്കുന്നത്. ആ രോഗങ്ങൾ പഠിച്ച് അതിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾ എന്തൊക്കെയെന്ന് കണ്ടെത്തി നിർദ്ദേശിക്കാനാണ് നിലവിൽ ഉന്നതാധികാര സമിതിയെ സർക്കാർ നിയോഗിച്ചിരിക്കുന്നത്. ഡോക്ടർ SS ലാലും ഒപ്പം ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയും ഉൾപ്പെടുന്ന സമിതിയാണ് നിലവിൽ ഇപ്പോൾ രൂപീകരിച്ചിരിക്കുന്നത്. എന്തായാലും വൈകിയെങ്കിലും പകർച്ചവ്യാധി പ്രതിരോധത്തിന് സർക്കാർ നടപടി തുടങ്ങിയെന്നത് ആശ്വാസകരമായ കാര്യമാണ്. ശരി, MG പ്രതീഷാണ് പനിയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നൽകിയത്.